അസ്സലാമലൈക്കും. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ. അപ്പൊ നിങ്ങൾ ഇതാ എല്ലാവരും തമ്പിലേയും കണ്ടിട്ട് എന്താണ് നമ്മുടെ കനിവിന്റെ 34ാമത്തെ എപ്പിസോഡിന് മുന്നേ നിങ്ങളോട് പറയാനുള്ള വിശേഷം എന്ന് അറിയാൻ വേണ്ടി എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഓരോ കനിവിന്റെ ഓരോരോ വെച്ചിങ്ങനെ കഥകൾ ഷൂട്ട് ചെയ്യണില്ലേ, അതിന്റെ ഓരോരോ പാർട്ടുകളായിട്ട് ഇങ്ങനെ ഇടൂലേ. അപ്പൊ അങ്ങനെ ഓരോരോ പാർട്ടിന് പറഞ്ഞ പേരാണ് എപ്പിസോഡ്. അപ്പൊ ഇപ്പൊ 33 എപ്പിസോഡ് കഴിഞ്ഞ് ഇനി 34ാമത്തെ എപ്പിസോഡിക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പൊ 34ാമത്തെ എപ്പിസോഡിന്റെ മുന്നേ നിങ്ങൾ കമന്റിൽ കുറേ പേരായിട്ട് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ഒരു എന്ത് ചെയ്യണം, ഗിവ് അവേ വേണം. നിങ്ങൾ കുറേ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല, അപ്പൊ നിങ്ങൾ ഒരു ഗിവ് അവേ തരും കുറേ പേര് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഗിവ് അവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലെ ഒരുപാട് പേരില്ലേ, നമ്മളിപ്പോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് നമ്മളെ വക ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം, ചെറുതും വലുതൊക്കെ കൊടുക്കട്ടെ. പക്ഷെ നമ്മളെ ചാനലിന്റെ ഇപ്പോഴത്തെ ഒരു റേറ്റിങ്ങിനനുസരിച്ച് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം നമ്മൾ കാണുന്ന ആൾക്കാരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ തെരഞ്ഞെടുത്ത് നമ്മളത് കൊടുക്കും. മനസ്സിലായോ? അപ്പൊ അതിനാണ് ഗീവ് അവേ എന്ന് പറയുന്നത്. ഗീവ് അവേ അപ്പൊ എന്തായാലും നമ്മള് ഒരു ഗീവ് അവേ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മളിതിൽ ഇങ്ങനെ കമന്റ് ഇടൂലേ, ആ കമന്റ് ഇടുന്നവരിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. കമന്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് ആ സെലക്ട് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കും. അതിനെ പറയുന്നതാണ് ഗിവ് അവേ. അയ്യോ അതൊന്നും എടുത്ത് കളിക്കല്ലേ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യണം, നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം അൽഹംദുലില്ലാ 2 ലക്ഷത്തിന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആവാൻ തുടങ്ങി. അപ്പോൾ 2 ലക്ഷം രണ്ടാമത്തത് കിട്ടാനൊന്നും ആയിട്ടില്ല. ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം, പ്ലേ ബട്ടൺ നമുക്ക് 1 ലാഖായ സമയത്ത് പ്ലേ ബട്ടൺ കിട്ടിയല്ലോ. അപ്പൊ ഇനി അടുത്ത സാധനം കിട്ടാറായോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ലാഖ് ആവണം. ഇപ്പൊ 2 ലാഖ് ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയി തുടങ്ങി. നമ്മൾ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ അന്ന് നമ്മളൊരു അടിപൊളി ഗിവ് അവേ നമ്മളെ ചാനലിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതിന് മുന്നായിട്ട് നമ്മൾ കനിവിന്റെ 34ാമത്തെ എപ്പിസോഡ് തുടങ്ങണതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ഒരു എന്താ പറയാ, കുഞ്ഞ് ഗിവ് അവേ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ സമ്മാനം. അത് ഞാൻ എന്താന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആമസോണിൻ്റെ റിവ്യൂ ചെയ്യാറുണ്ട്, പ്രൊഡക്റ്റുകൾ റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ ഇതിൽ കാണിച്ചു തരും. അതിൽ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എന്നല്ല, നിങ്ങൾ യൂസ് ചെയ്യാറുള്ള ഇതിൽ ഞാൻ കാണിക്കുന്ന കുറച്ച് ഐറ്റംസിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ഉപയോഗിക്കലുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അത് നിങ്ങൾ ഉപയോഗിക്കലുണ്ടെങ്കിൽ അതിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ വെച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ ഫീൽ ചെയ്തിട്ടുള്ളത്, അത് പോസിറ്റീവ് കാര്യങ്ങളാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ അങ്ങനെ കമന്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണ് കമന്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങളത് കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാൻ പോട്ടെ. ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതാ ലാക്മിയുടെ ഈ ഒരു ഐക്കോണിക് കാജലാണ് കേട്ടോ. അപ്പൊ അതവിടെ ആറ്റക്കും ബബിലൊക്കെ ഞാൻ ഇക്കൊക്കെ അതന്നെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു കൺമഷിയാണ്. അത് ഉപയോഗിക്കാത്തവരായിട്ട് ഒരുവിധം ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ പല കാജൽ ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അതവിടെ മക്കൾക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഐബ്രോ ആയിട്ടും കൺമഷിയായിട്ടൊക്കെ ഇവർക്ക് തന്നെ യൂസ് ചെയ്യട്ടെ. കണ്ണിൻ്റെ ഉള്ളിലായിട്ടും പുറത്തായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുക. അപ്പം ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. ഇനി ഇതല്ല നിങ്ങൾ ഈ ഒരു ലാക്മിയുടെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, സൺ എക്സ്പേർട്ട് പിന്നെ എന്താ പറയുക SPF 15+++ വരുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. അത് അതേപോലെ SPF+++ കണ്ട. അപ്പം അത് ഉപയോഗിച്ചിട്ടുണ്ടവർ അതിൻ്റെ കമൻറ്റ്, അതായത് ഇതിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് കാല് താഴ്ത്തിയിട്ടിരിക്കുക കമൻറ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണോ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമാണോ, നിങ്ങൾക്ക് ഇത് കൊണ്ട് ഉള്ള യൂസേജ് എന്താണെന്നൊക്കെ അപ്പോൾ അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ 2 പ്രൊഡക്റ്റ് നമ്മൾ കാണിച്ച് ഇനി നമ്മളിത് കാണിക്കാൻ പോണത് മൂന്നാമത്തത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഫേസ് കാനഡയുടെ ചോപ്സ് ക്രീമാണ് കേട്ടോ. അതായത് ഇത് വരുന്നത് റോസ് ഗോൾഡ് ആയിട്ടുള്ള ഒരു ക്രീമാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ കുറേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാര്യമായിട്ട് നമ്മൾ ഇതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല. അപ്പോൾ ഇതിൽ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ്, അതുപോലെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ 3 പ്രൊഡക്റ്റുകൾ കാണിച്ച്
ഇതാ ഇതൊക്കെ ഈ പൂച്ചി ഈ ഒരു ഐക്കോണിക്കിന്റെ എന്താണ് കാജലാണ് ഇട്ടിട്ടുള്ളത് എന്നാണ് അവള് പറഞ്ഞത് കേട്ടോ. പൂച്ചയുടെ കണ്ണ് നല്ല കറുപ്പ് കളറിലിരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അത് കാണിക്കാൻ പോണത് സബാ മെയ്ഡിന്റെ ഈ ഒരു സൺസ് കേരട്ടാ. ഇത് അതാ മൾട്ടി പ്രൊഡക്റ്റ് സൺ ലോഷൻ. ഇതെന്താ വെച്ചാൽ ഇത് സൺ ലോഷൻ ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഇത് ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇതിന്റെ റിവ്യൂ പറയാൻ അറിഞ്ഞൂടാ. ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേറെ സബാ മെയ്ഡിന്റെ ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് സൺ ലോഷൻ ആണ്. ഇത് ബേബി ഇതല്ല സൺ ലോഷനാ, ബേബിക്ക് എന്നല്ല ആർക്കും ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ ഇത് ഈ ഇതാണ് എന്താ പറയാ സൺ ലോഷനാണ്. അപ്പോൾ ഈ ഒരു ലോഷൻ ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പം നമ്മൾ ബ്യൂട്ടി പ്രൊഡക്റ്റ് ആയിട്ടുള്ള 4 പ്രൊഡക്റ്റുകൾ കാണിച്ചിട്ടുണ്ട്. ഈ 4 പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റിന്റെ പേര് കമന്റ് ചെയ്യട്ടാ. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭംഗിയിട്ടുണ്ടാ. അപ്പോൾ അതിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു സാമ്പിൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഗിവ് അവേ വീഡിയോ നമ്മളെ ചാനൽ 2 ലക്ഷം ആവുന്ന സമയത്ത് നമ്മൾ ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ചാനൽ എന്താ പറയുക 1 lakh ആവുന്ന സമയത്ത് ഒരു ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 3 പേർക്കാണ് നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് 2 lakh ആവുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്താ സമ്മാനം എന്താ സംഭവം എന്നൊന്നും ഞാൻ അപ്പം തന്നെ പറയണില്ല. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്ക് നമ്മളത് കമന്റ് പിക്കറിലൂടെ എടുത്തിട്ട് കൊടുക്കണമായിരിക്കും കേട്ടോ. അപ്പം അതാണ് നമ്മൾ പറയാനുള്ളത്. ഇനി ഞാനിതാ ഇതിന്റെ ആറ്റക്കും ബബുലുക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എന്താ മനസ്സിലായോ? അവര് ഇപ്പൊ നമ്മളെ ചാനലിൽ ആരാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കണത്? ഇത് ബബുലൂട്ടി നമ്മളെ കനിവില് ആരായിട്ടാണ്? ബബുലൂട്ടി തന്നെ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കണതിനുള്ള ബബുലൂട്ടിക്ക് വന്ന സമ്മാനമാണ് ഇത് കേട്ടാ. കൂടെ ആറ്റക്കും വന്നിട്ടുണ്ട്. അപ്പൊ 2 പേരും ഇത് ഡ്രസ് ചെയ്തിട്ടൊന്ന് വന്നാണ് കാണിച്ചു തരാം. ഡ്രസ് ചെയ്താ സൂപ്പറായല്ല. ഈ ഡ്രസ് എന്താ ഇഷ്ടപ്പെടാനുള്ള കാരണം മെർമെയ്ഡിന്റെ സ്റ്റൈൽ പോലെ ഇങ്ങനെ ആവും. അങ്ങനെയുണ്ട്. ഇഷ്ടമായ ഡ്രസ്സ്? ഇത് ആറ്റക്കും ബബുലുക്കും ആമസോണിൽ നിന്ന് വന്ന ഗിഫ്റ്റ് ആണ് അല്ലേ. ഇത് ബബുലൂട്ടി അഭിനയിച്ചതിന് വന്ന ഗിഫ്റ്റ്. ബബുലൂട്ടി ആയിട്ട് അഭിനയിച്ചതിന് നല്ല രസമുണ്ട് കേട്ടാ. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ക്ലോത്താണ്. അത് കൂടെ അതിന്റെ അടിഭാഗത്ത് അന്ന് ആറ്റക്ക് വന്നിരുന്നില്ലേ നമ്മൾ മീനൂട്ടിയായിട്ട് അഭിനയിച്ചപ്പോൾ വേറൊരു ഡ്രസ്സ് വന്നിരുന്നല്ലോ, പാന്റും കുപ്പായൊക്കെ ആയിട്ട്. അന്ന് ബബുലൂട്ടിക്ക് വന്നിരുന്നല്ലോ. നിങ്ങൾ ഒരാൾക്ക് വരുമ്പോ മറ്റാൾക്കും വരും. അത് ടുണിഷല്ലേ? ടുണിഷി അത് നിങ്ങളെ കെട്ടി പഴയതായില്ലേ. അപ്പൊ എങ്ങനെയുണ്ട്? ഡ്രസ്സിനെ കുറിച്ച് എന്താ പറയാല്ലേ? ഇഷ്ടായ? കാണിച്ചാൽ നന്നായിട്ട് നോക്കട്ടെ. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനിട്ടാ. നമുക്ക് അതിന്റെ കളറാ ഭയങ്കര ഇഷ്ടമായത്. ഞങ്ങൾക്ക് പർപ്പിളും പിങ്കും ബ്ലൂ ഇഷ്ടപ്പെട്ട കളറ് പർപ്പിളും പിങ്കും ബ്ലൂ. പർപ്പിളും ബ്ലൂ ആണ്. അതുപോലെ ഇതിന്റെ ഈ ഒരു വർക്ക് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒരു ബ്ലാക്ക് വർക്ക് വരുന്നതിമേ. എന്തായാലും ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഈ ഡ്രസ്സ് എന്തൊക്കെ പുതിമറ്റ കളിക്കള്. നല്ല വെയിലടി അവിടെ. എന്താണ്? വെയിലത്ത് അതിങ്ങനെ മിന്നണില്ലേ? അത് മിന്നും. പ്രതീക്ഷിക്കാണ്ട് വന്നതാ. ഞാൻ അവിടേക്ക് ഫസ്റ്റ് സ്കൂൾ ഇന്നലെ വന്നിട്ടില്ല. അപ്പൊ അവിടേക്ക് പോയപ്പോ അത് കണ്ടിരുന്നേ. അത് ഇങ്ങനെ നിന്നിരുന്നത് ഞാൻ വിചാരിച്ചു വലുതല്ല. അപ്പൊ ഓല അതിന്റെ കവർ കണ്ടപ്പോ എന്നോട് ചോദിച്ചിരുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ ഉമ്മച്ചിക്ക് വന്ന സാധനമാണ്. ഓൾക്കൽ ഉടുപ്പാന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ആണോന്ന് വെച്ചിരുന്നോല്. എന്തായാലും ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഡ്രസ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടിയും കമൻറ്റിൽ ഇതിൽ കൊടുക്കട്ടെ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതാ അങ്ങനെ ആറ്റക്കുട്ടിക്കും ബബുലു കുട്ടിക്കും നല്ലൊരു അടിപൊളി ഉടുപ്പൊക്കെ കിട്ടിയില്ലേ. ഇതിന്റെ ലാസ്റ്റത്തെ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ പൂവ് ഇങ്ങനെ പൊന്തി നിൽക്കണ പോലെ എനിക്ക് അത് ഇഷ്ടമായി, ഇതും ഇഷ്ടമായി.
ഇങ്ങനെ പൊന്തിക്കണെങ്കിൽ ഇതിങ്ങനെ മാല ഇടേണ്ട ആവശ്യമൊന്നുമില്ല. മാല ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു മാലന്റെ ഫീല് കിട്ടുന്നുണ്ട്. മാലന്റെ ഫീല് കിട്ടുന്നുണ്ടോ? ഇവിടെ ഇരിക്കടി പാത്തു പോ. അപ്പൊ എന്തായാലും നിങ്ങള് ഞങ്ങൾക്ക് ബ്ലാക്ക് മാല കൂടി ഉണ്ട്. അപ്പൊ അത് കൂടി ഒട്ടി കഴിഞ്ഞാൽ ബ്ലാക്ക് ഇതെന്താ പൊക്കി കാണിക്കണേ? കഴിപ്പില്ലല്ലോ. അതിന്റെ അടിയിൽ ഒരു ഇതിന്റെ ലെക്ക് ഇതിന്റെ നല്ല ക്ലോത്ത് ആട്ടാ, നല്ല അടിപൊളി ക്ലോത്ത്. ഇവിടെ ഇരിക്കേ. അപ്പൊ അവള് പ്രതീക്ഷിച്ചിട്ടേ അല്ലേ, അവൾക്ക് ഭയങ്കര സന്തോഷായി എന്തായാലും. അപ്പൊ എന്തായാലും നിങ്ങളോട് പറയാനുള്ളത്, ഈ കുഞ്ഞിപ്പുഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കേ. തുള്ളി കളിക്കണം കുഞ്ഞിപ്പുഴാണ് കുഞ്ഞാറ്റ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു ഞാൻ കാണിച്ച 4 പ്രൊഡക്റ്റിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റിന്റെ പേര് കമന്റ് ചെയ്യുക. 4 ഉണ്ട്. അപ്പൊ ആ കമന്റ് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കണമായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് പോകുന്ന 34ാമത്തെ എപ്പിസോഡിന് മുന്നേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം കുറെ 54. അപ്പൊ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളൊരു ഗിവ് അവേ നടത്തണം കേട്ടോ. അപ്പൊ ഗിവ് അവേ നമ്മൾ നടത്തും. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി നിൽക്കുക നമ്മുടെ ചാനലിൽ. അപ്പൊ ആയി കഴിഞ്ഞ ഉടനെ നമ്മൾ നല്ലൊരു ഗിവ് അവേ നടത്തണമായിരിക്കും കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ അതിന് വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത കനിവിന്റെ 34ാമത്തെ എപ്പിസോഡ് കണ്ട് എല്ലാവരും അഭിപ്രായം പറയാം. കാരണം നമ്മളെ കനിവ് ലാസ്റ്റ് എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പേര് ചോദിക്കുന്നുണ്ട് കനിവ് നിർത്തല്ലേ, നിങ്ങൾ കനിവ് അവസാനിപ്പിക്കലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കനിവിന്റെ കനിവ് കഴിഞ്ഞാൽ നമ്മളൊരു അടുത്ത സ്റ്റോറി തുടങ്ങണമായിരിക്കും. അപ്പോൾ അത് ഏത് രീതിയിലുള്ള സ്റ്റോറിയാണ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങളെ അടുത്ത ദിവസങ്ങളിലെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ വരാം അല്ലേ. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ആറ്റും ബബിലും നല്ല ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റൽക്ക് വേണ്ടിയിട്ട് 2 റീൽസ് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. എന്താ പറയാ ലൈവ് അപ്പോൾ ഓൾക്ക് എന്താ പറയാ ഇവിടെ നിന്നിട്ട് പറയുന്ന ആളെ നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടാണ്. അപ്പം പാട്ടൊക്കെ നമുക്ക് ലൈവിൽ പാടാം. അത് വീഡിയോ അല്ലേ, നമുക്ക് ലൈവിൽ വരുന്ന സമയത്ത് പാടാന്ന് പറഞ്ഞാൽ നിർത്തിക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് പറയാം, നമ്മളിങ്ങനെ ചാറ്റ് ചെയ്തിട്ട് വർത്താനം പറയില്ലേ, അതിനെന്താ പറയുന്നത്, ഇവിടെ എന്തോന്നാ ഈ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഈ ഉറുമ്പിനെ പിടിക്കുക. അപ്പോൾ എന്തായാലും അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും അസ്സലാമു.